കേരളത്തിലെ എല്ലാ കോളേജുകളിലും പോളിടെക്നിക്കിലും ഐടിഐകളിലും ജോലിയിലേക്ക് ഉറപ്പായിട്ടും നയിക്കുന്ന നൈപുണി പരിശീലന പരിപാടി ആരംഭിക്കുകയാണ്. ഇതിൻ്റെ ആദ്യത്തെ തയ്യാറെടുപ്പ് വർക്ക്ഷോപ്പാണ് കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിൽ വെച്ച് നടക്കുന്നത്. പഠിത്തം കഴിയുമ്പോൾ ജോലി കിട്ടണം. ഇന്നതിന് യാതൊരു ഉറപ്പുമില്ല. എന്നാൽ അങ്ങനെ ജോലി കൊടുക്കുന്ന കോളേജുകൾ കേരളത്തിലുണ്ട്. ആ കോളേജുകളുടെ പ്രതിനിധികളും ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ജൂലൈ മാസത്തിൽ പ്രവർത്തനം ആരംഭിക്കുകയും അവസാന വർഷ വിദ്യാർത്ഥികളെ മുഴുവൻ രജിസ്റ്റർ ചെയ്യണം. അവരുടെ അഭിരുചി എന്താണ്, എന്താവാൻ അവരുടെ ആഗ്രഹം, ഇത് പറയാൻ പലർക്കും കഴിയില്ല. എന്നാൽ അതിനൊരു ടെസ്റ്റ് ഉണ്ട്, 1 മണിക്കൂർ നേരം. ഓരോ കുട്ടിയുടെ അഭിരുചി മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അഭിരുചി ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അതനുസരിച്ചുള്ള തൊഴിൽ വേണ്ടേ? എവിടെ നിന്നാ തൊഴിൽ കണ്ടുപിടിക്കാം? അതിന് നമ്മുടെ നാട്ടിലെ കമ്പനികൾ, അവരുടെ അവസരങ്ങൾ, ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഈ കോളേജുകൾക്കൊക്കെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിന് കമ്പനികളെ കണ്ടെത്താനാവും. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്നറിയാം? നമ്മുടെ ഓരോ കോളേജിലും പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ വിദേശത്തും നാട്ടിലും ഉയർന്ന സ്ഥാനങ്ങളിൽ വിവിധ കമ്പനികളിലും മറ്റൊരുമുണ്ട്. അവരുടെ നെറ്റ്വർക്ക് ഉണ്ടല്ലോ. അവർ പഠിച്ച കോളേജിൽ ഇന്ന് പഠിക്കുന്ന കുട്ടിക്ക് ഇന്നത്തെ സ്ഥാപനത്തിൽ ഒരു തൊഴിൽ, ആ തൊഴിൽ ചെയ്യാൻ എന്ത് പഠിക്കണം അതവർ പറഞ്ഞാൽ മതി, കോളേജ് പഠിപ്പിക്കും. ഇതാണ് ജോലിയോട് ബന്ധപ്പെടുത്തിയുള്ള നൈപുണി പരിശീലനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരിപാടിയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കാൻ പോകുന്നത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അങ്ങനെ തങ്ങളുടെ കമ്പനികളിലും മറ്റും ബന്ധപ്പെട്ട ജോലിയായി തൊഴിലവസരങ്ങൾ ഇന്നത്തെ കോളേജുകളിൽ ലഭ്യമാക്കുക മാത്രമല്ല, ആ കോഴ്സ് പഠിക്കുമ്പോൾ അതിന് പറ്റുന്ന പരിശീലകരെ കണ്ടെത്തി കൊടുക്കാം. അവർക്ക് തന്നെ പരിശീലനം നൽകാൻ പങ്കാളിയാവാം. പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നാണ് കോഴ്സുകൾക്കുള്ള മെൻറ്റർമാരെ കണ്ടെത്തുക. ഈ കോഴ്സ് എങ്ങനെയായിരിക്കണം എന്ന് കമ്പനിയുടെ ആവശ്യം മനസ്സിലാക്കിയിട്ട് തയ്യാറെടുപ്പിക്കുന്നതിന് അസാപ്പ്, കെയ്സ്, KKEM, കെൽട്രോൺ, IHRD ഇങ്ങനെയുള്ള പ്രൊഫഷണൽ ഏജൻസികളുണ്ട്. ഇവരെല്ലാവരും പങ്കാളികളാവും. ഇതേതാണ്ടേ നമ്മുടെ പഴയ സാക്ഷരതാ പ്രസ്ഥാനം പോലെയാണ്. അക്ഷരമല്ല പഠിപ്പിക്കുക, തൊഴിലിലേക്ക് നിൽക്കുന്ന നൈപുണിയാണ്. 1-2 പേരെ അല്ല, നമ്മുടെ മുഴുവൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികളെ ഒരു ക്യാമ്പയിനായിട്ട് 1.5 ലക്ഷം വരുന്ന നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ പ്രവർത്തനം ഇതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഈ ഓണക്കാലത്ത് കുട്ടികളുടെ മുഴുവൻ വീട്ടിലും സന്നദ്ധ പ്രവർത്തകരും NSS പ്രവർത്തകരും അല്ലാതുള്ളവരും പോവുകയും സന്ദർശിക്കുകയും അവർക്ക് ഈ ഓണക്കാലത്ത് നമ്മുടെ എല്ലാ കുട്ടികളുടെയും വീടുകളിൽ ഈ സന്നദ്ധ പ്രവർത്തകർ പോവും. അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കും. ഒരു വലിയ ജനകീയ പ്രസ്ഥാനമായിട്ട് ഇതിനെ മാറ്റിയെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പും തൊഴിൽ വകുപ്പും ഇത് സംബന്ധിച്ചുള്ള വിശദമായ ഉത്തരവുകളിറക്കി. ഇനിയിപ്പോൾ കൃഷിയും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റുകളും അവരുടെ സർവകലാശാലകളെക്കുറിച്ചുള്ള ഉത്തരവുകളിറക്കും. അങ്ങനെ കേരളം മുഴുവൻ ഒരു നൈപുണി ക്യാമ്പയിന് വേണ്ടി ഒന്നിപ്പിക്കുന്ന ഒരു സംഭവം ഇന്ത്യ രാജ്യത്ത് വേറെ എങ്ങും നടക്കാത്തൊന്ന് ഈ കേരളത്തിൽ നടക്കാൻ പോവുകയാണ്. അതിനാണ് കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിലെ ഈ ശില്പശാലയിലൂടെ തുടക്കം കുറിച്ചിട്ടുള്ളത്.